നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. വിദേശത്ത് ജോലി തേടുന്ന മലയാളികൾക്ക് അപേക്ഷിക്കാവുന്ന ചില പ്രധാനപ്പെട്ട അവസരങ്ങളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ജർമ്മനിയിലാണ് ആദ്യത്തെ ഒഴിവ്. ട്രക്ക് മെക്കാനിക്കിന്റെ ഒഴിവുകളുണ്ട്. ജർമ്മനിയിൽ ട്രക്ക് മെക്കാനിക് തസ്തികയിലേക്ക് അടിയന്തര നിയമനം നടക്കുകയാണ്. ഏകദേശം 20 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വാണിജ്യ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഡയഗ്നോസ്റ്റിക്സ്, സർവീസിംഗ് എന്നിവയാണ് പ്രധാന ചുമതലകൾ. പ്രതിമാസം $2,700 വരെ ശമ്പളമുണ്ടാകും. യോഗ്യത: മെക്കാനിക്കൽ മേഖലയിൽ പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. വിദ്യാഭ്യാസം വരുന്നത് ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാട്രോണിക്സ് എന്നിവയിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ITI പ്രവർത്തന പരിചയമോ ആവശ്യമാണ്. ഹെവി വാഹനങ്ങളുടെ മെയിൻ്റനൻസ്, റിപ്പയർ, ഡയഗ്നോസ്റ്റിക്സ് എന്നിവയിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യമാണ്. ഭാഷാ പരിജ്ഞാനം: അടിസ്ഥാനപരമായ ജർമ്മൻ ഭാഷാ പരിജ്ഞാനം B1 ലെവലെങ്കിലും ഉണ്ടായിരിക്കണം. ജർമ്മനിയിലെ തൊഴിൽ വിപണിയിൽ പ്രമുഖരായ ഗ്ലാസ്ഡോർ അല്ലെങ്കിൽ സ്കിൽസ് പ്രൊവിഷൻ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി നിങ്ങൾക്ക് തൊഴിലവസരങ്ങൾ പരിശോധിക്കാനും അപേക്ഷിക്കാനും സാധിക്കും. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂൺ 30, 2026 വരെയാണ്. അതുകൊണ്ട് സമയം ഒട്ടുമില്ല. ജൂൺ 30 വരെ കാത്തിരിക്കരുത്. അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കുക. ജർമ്മനിയിൽ തന്നെ മറ്റൊരു ജോലി ഓപ്പർച്യൂണിറ്റി കൂടി വന്നിട്ടുണ്ട്. വിസ സ്പോൺസർഷിപ്പ് ജോബ്സ് ആണ്. ജർമ്മനിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വിദേശ തൊഴിലാളികൾക്കായി നിരവധി വിസ സ്പോൺസർഷിപ്പ് ജോലികൾ ലഭ്യമാണ്. IT, ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ്, സ്കിൽഡ് ട്രേഡ്സ് തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തത്, ഖത്തറിൽ ബസ് ഡ്രൈവർമാരുടെ ആവശ്യമുണ്ട്. ബസ് ഡ്രൈവർ ഒഴിവുകളിലേക്ക് വലിയ റിക്രൂട്ട്മെന്റ് തന്നെയാണ് നടക്കുന്നത്. തൊഴിൽദാതാക്കൾ പ്രധാനപ്പെട്ട അർദ്ധ സർക്കാർ കമ്പനിയായ മൗസലാത്ത് ആണ് പ്രധാനപ്പെട്ട തൊഴിൽദാതാവ്. ഇതുകൂടാതെ മറ്റു പ്രമുഖ ട്രാൻസ്പോർട്ട്, കൺസ്ട്രക്ഷൻ കമ്പനികൾ ഇതുപോലെ തന്നെ ബസ് ഡ്രൈവർമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ശമ്പളം ഏകദേശം 2,280 ഖത്തർ റിയാലായിരിക്കും. മറ്റു ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും. കമ്പനികൾ സാധാരണയായി സൗജന്യ താമസം, ഭക്ഷണം അല്ലെങ്കിൽ അലവൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവയെല്ലാം നൽകാറുണ്ട്. ആവശ്യമായ യോഗ്യതകൾ: ലൈസൻസ്, ഖത്തർ ഹെവി മീഡിയം ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സാധുതയുള്ള ഇന്ത്യൻ GCC ലൈസൻസ്. പല കമ്പനികളും ഇന്ത്യയിൽ നിന്നുള്ള ലൈസൻസ് വെച്ച് നേരിട്ട് റിക്രൂട്ട് ചെയ്യാറുണ്ട്. ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 2 മുതൽ 5 വർഷം വരെ പരിചയമുള്ളത് അഭികാമ്യമാണ്. വിദ്യാഭ്യാസം സാധാരണയായി 10ാം ക്ലാസ് പാസ്സായിരിക്കണമെന്നാണ് ആവശ്യപ്പെടാറുള്ളത്. ഭാഷ: അടിസ്ഥാനപരമായ ഇംഗ്ലീഷ് ആശയവിനിമയം അറിഞ്ഞിരിക്കണം. ഇനി ഖത്തറിൽ എഞ്ചിനീയറിംഗ് ജോബ്സ് ഉണ്ട്. ഖത്തറിൽ LNG, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലെ എഞ്ചിനീയറിംഗ് ലീഡ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലീഡ്, പൈപ്പിംഗ് തുടങ്ങിയ ഉയർന്ന ശമ്പളമുള്ള ജോലികളും ലഭ്യമാണ്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്നീ മേഖലകളിലാണ് ഒഴിവുകൾ കൂടുതലുള്ളത്. വാർഷിക ശമ്പളം ഏകദേശം 1,50,000 ഖത്തർ റിയാൽ വരെ മുതൽ 4,20,000 ഖത്തർ റിയാൽ വരെ ഉണ്ടാവാറുണ്ട്. പ്രധാന തൊഴിൽ വെബ്സൈറ്റുകളിലെ ചില ഒഴിവുകൾ വരുന്നത്: പ്രൊക്യൂർമെന്റ് എഞ്ചിനീയർ, EMCO ഖത്തർ 6 മുതൽ 8 വർഷത്തെ പരിചയം ആവശ്യമാണ്. പ്ലാനിംഗ് എഞ്ചിനീയർ, പൈപ്പിംഗ് എഞ്ചിനീയർ തുടങ്ങിയ ഒഴിവുകൾ വന്നിട്ടുണ്ട്. നിരവധി ഒഴിവുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. തൊഴിലവസരങ്ങൾ പരിശോധിക്കാനും അപേക്ഷിക്കാനുമുള്ള പ്രധാന വെബ്സൈറ്റുകൾ ലിങ്ക്ഡിൻ ഖത്തർ എഞ്ചിനീയറിംഗ് ജോബ്സ്, Naukari.com, നൗക്കരി ഖത്തർ എഞ്ചിനീയർ ജോബ്സ്, ഗൾഫ് ടാലന്റ് എഞ്ചിനീയറിംഗ് ജോബ്സ് എന്നാണ് അടിച്ചു കൊടുക്കേണ്ടത്. നൗക്കരി ഗൾഫിൽ നൗക്കരി ഗൾഫ് ഖത്തർ എഞ്ചിനീയറിംഗ് ജോബ്സ് എന്ന് അടിച്ചു കൊടുത്താലും ഈ ഒഴിവുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. അനുഭവ സമ്പത്തുള്ള എഞ്ചിനീയർമാർക്ക് മികച്ച അവസരമാണ് ഇവിടെയുള്ളത്. പിന്നെ UAEയിൽ ഇൻസ്ട്രുമെന്റ് ടെക്നീഷ്യന്റെ ഒഴിവുകളുണ്ട്. പ്രമുഖ കമ്പനികളിലേക്ക് ഇൻസ്ട്രുമെന്റ് ടെക്നീഷ്യൻ നിയമനം നടത്തുന്നു. UAEയിൽ ഇൻസ്ട്രുമെന്റ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് വൻ ഡിമാൻഡ്. എണ്ണ, വാതകം, ഓയിൽ ആൻഡ് ഗ്യാസ്, പെട്രോകെമിക്കൽ, വാട്ടർ ട്രീറ്റ്മെന്റ്, നിർമ്മാണ മേഖലകളിൽ ഇത്തരം പ്രൊഫഷണലുകളെ ആവശ്യമുണ്ട്. ഇൻഡസ്ട്രിയൽ, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ പ്രവർത്തിച്ചവർക്ക് മുൻഗണനയുണ്ട്. വിദ്യാഭ്യാസം: ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ട്രേഡിൽ ITI, ഡിപ്ലോമ അല്ലെങ്കിൽ BTech. പിന്നെ പ്രവൃത്തി പരിചയം വേണ്ടത് പ്രസ്തുത മേഖലയിൽ കുറഞ്ഞത് 3 മുതൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. പ്രധാന കഴിവുകൾ ആവശ്യമുള്ളത്: പ്രഷർ, ഫ്ലോ, ലെവൽ, ടെമ്പറേച്ചർ തുടങ്ങിയവ അളക്കുന്ന ഉപകരണങ്ങൾ കാലിബ്രേറ്റ് ചെയ്യാനും ട്രബിൾ ഷൂട്ട് ചെയ്യാനും, കൺട്രോൾ പാനൽ വയറിംഗ്, PLC, SCADA തുടങ്ങിയ സിസ്റ്റങ്ങളെക്കുറിച്ചുള്ള അറിവും ഉണ്ടായിരിക്കണം. ശമ്പളം: UAEയിൽ ഒരു ഇൻസ്ട്രുമെന്റ് ടെക്നീഷ്യന് ശരാശരി 3,000 AED മുതൽ 7,000 AED വരെ പ്രതിമാസ ശമ്പളം ലഭിക്കാറുണ്ട്. ഇത് ജോലി ചെയ്യുന്ന കമ്പനിയെയും നിങ്ങളുടെ അനുഭവ സമ്പത്തിനെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടാവുന്നതാണ്.
അപേക്ഷിക്കേണ്ട വെബ്സൈറ്റുകൾ ജോബ് പോർട്ടൽസ് പറയുന്നത് നൗകരി ഗൾഫ്, ഇൻഡീഡ് UAE, ഗൾഫ് ടാലന്റ്, ലിങ്ക്ഡിൻ. ഡയറക്റ്റ് ക്ലയന്റ് ഇന്റർവ്യൂ ജൂൺ 26-നാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിൽ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. നാളെയാണ് ജൂൺ 26. പിന്നെ UAE-യിൽ കോൺക്രീറ്റ് പമ്പ് ഓപ്പറേറ്ററുടെ ഒഴിവുകളുണ്ട്. വെൽഡർ, മിക്സർ ഡ്രൈവറുടെ ഒഴിവുകളുമുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിൽ നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 2200 AED മുതൽ 2500 AED വരെ ശമ്പളം പ്രതീക്ഷിക്കാം. വെൽഡർ, ഡ്രൈവർ, ഓപ്പറേറ്റർ, ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. UAE-യിലെ പ്രമുഖ റിക്രൂട്ട്മെന്റ് പോർട്ടലുകൾ വഴി നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഏറ്റവും പുതിയ ഒഴിവുകൾ പരിശോധിക്കാൻ നൗകരി ഗൾഫ് കോൺക്രീറ്റ് പമ്പ് ഓപ്പറേറ്റർ, നൗകരി ഗൾഫ് വെൽഡർ, നൗകരി ഗൾഫ് മിക്സർ ഡ്രൈവർ എന്നീ വെബ്സൈറ്റുകളാണ് സന്ദർശിക്കേണ്ടത്. അതുപോലെ തന്നെ സ്കിൽബിയിലും നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യാവുന്നതാണ്. സ്കിൽബി UAE ജോബ്സ് വഴി നേരിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അതുപോലെ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റെസ്യൂം ഇംഗ്ലീഷിൽ തന്നെ തയ്യാറാക്കുക. പാസ്പോർട്ട് കുറഞ്ഞത് 6 മാസം കാലാവധി ബാക്കിയുണ്ടായിരിക്കണം. അനുഭവ സർട്ടിഫിക്കറ്റുകൾ അപ്ഡേറ്റ് ചെയ്യുക. കമ്പനിയുടെ കരിയർ പേജ് അല്ലെങ്കിൽ വിശ്വസനീയ ജോബ് പോർട്ടൽ വഴി നേരിട്ട് അപേക്ഷിക്കുക. ഒരിക്കലും അനധികൃത ഏജൻസികൾക്ക് പണം നൽകരുത്. ഇപ്പോൾ വിദേശ ജോലി തേടുന്ന സുഹൃത്തുക്കൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും പുതിയ ഒരു തൊഴിലവസരങ്ങളുമായി വരാം. തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യും.